പുതിയ നീക്കവുമായി ഇറാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അമേരിക്കയും ഇസ്രായേലും നഷ്ടപരിഹാരം നൽകണമെന്നാണ് ഇറാൻ്റെ ആവശ്യം. UN സെക്രട്ടറി ജനറലിന് അയച്ച കത്തിലാണ് ഈ ആവശ്യം ഇറാൻ ഉയർത്തിയത്. ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിന് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. ഇറാനിൽ നടത്തിയ ആക്രമണങ്ങൾ തുടങ്ങിവെച്ചതിൻ്റെ ഉത്തരവാദിത്വം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമാണ്. അത് അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭയോട് ഇറാൻ ആവശ്യപ്പെട്ടു. 12 ദിവസത്തെ സംഘർഷത്തിൽ ആണവ കേന്ദ്രങ്ങൾക്ക് വലിയ തകർച്ചയുണ്ടായെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയത്. നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ എന്നീ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് തകർത്തത്. 12 ദിവസത്തെ സംഘർഷത്തിൽ ഇറാനിൽ 606 പേർ കൊല്ലപ്പെടുകയും 5332 പേർക്ക് പരിക്കേറ്റതായുമാണ് ഇറാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. 12 ദിവസം നീണ്ടുനിന്ന സംഘർഷം തുടങ്ങിവെച്ചത് ഇസ്രായേലും അമേരിക്കയുമാണെന്ന് UN സുരക്ഷാ കൗൺസിൽ അംഗീകരിക്കണമെന്നാണ് ഇറാൻ്റെ പ്രധാന ആവശ്യം. ഇതോടൊപ്പം ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരമടക്കമുള്ളതിൻ്റെ ഉത്തരവാദിത്തം ഈ 2 രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നു. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുന്നതിന് ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിൻ്റെ ഉത്തരവാദിത്തം ആക്രമിച്ചവർക്കാണെന്ന് UN സുരക്ഷാ കൗൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടിയെടുക്കണമെന്നും ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പ്രകോപനമുണ്ടാക്കിയ സൈനിക നേതാക്കൾക്കും അതിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കത്തിൽ ഇറാൻ ചൂണ്ടിക്കാട്ടി. ജൂൺ 13-ന് ഇറാൻ്റെ സൈനിക താവളങ്ങളും ആണവ കേന്ദ്രങ്ങളും മറ്റ് സ്ഥലങ്ങളും ലക്ഷ്യമാക്കി ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് 12 ദിവസം നീണ്ടുനിന്ന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ആരംഭിച്ചത്. സംഘർഷത്തിനിടെ അമേരിക്കയും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി. ജൂൺ 24-നാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായത്. അതിനിടെ സൗദിയും ഇറാനും ആശയവിനിമയം നടത്തിയതായി റിപ്പോർട്ട് വരുന്നു. സൗദി അറേബ്യയുടെ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് ഇറാൻ്റെ പുതിയ സൈനിക മേധാവി അബ്ദുൾ റഹീം മൗസവിയുമായി ഫോണിൽ സംസാരിച്ചതായി സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്രതിരോധ മേഖലയിലെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഇരുവരും അവലോകനം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. പ്രാദേശിക സംഭവവികാസങ്ങളും സുരക്ഷയും സ്ഥിരതയും നിലനിർത്താനുള്ള ശ്രമങ്ങളും ചർച്ചയിൽ വന്നതായി ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ദീർഘകാല ശത്രുക്കളായ ഇറാനും സൗദി അറേബ്യയും സമീപ വർഷങ്ങളിൽ ചൈനയുടെ മധ്യസ്ഥതയിലുള്ള ഒരു സമാധാന ശ്രമത്തിൽ മെച്ചപ്പെട്ട ബന്ധത്തിലേക്ക് എത്തിയിട്ടുണ്ട്.